ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന പോലെ ഒരു സ്ട്രിങ് ആർട്ട് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം സെറ്റാക്കണ്ടേ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതാദ്യം പോയിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആ ഡിസൈൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇങ്ങനൊരു പ്ലസ് പോലെ പെർപെൻഡിക്കുലറായിട്ട് 2 ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു കോമ്പസ് എടുത്തിട്ട് ഒരു റൗണ്ട് വരയ്ക്കുക. അത് ഏത് അളവിലാണോ നമ്മുടെ ഡിസൈൻ വേണ്ടത് അതിനനുസരിച്ചുള്ള അളവിൽ ഒരു റൗണ്ട് വരയ്ക്കുക. ആദ്യം വരച്ചത് കുറച്ച് ചെറുതായി പോയി. രണ്ടാമത് ഒന്നും കൂടി വരയ്ക്കുകയാണ്. കുറച്ചും കൂടി വലുതായിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. റൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ ഈ സർക്കിളിനെ ഒരു 3 ഡിഗ്രി വെച്ച് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ കാണുന്ന പോലെ ആദ്യം തന്നെ നമ്മൾ പെൻസിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക, പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, ഡിവൈഡ് ചെയ്യണ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റും പോയിൻറ്റ്സുമായിട്ട് കണക്ട് ചെയ്ത് ലൈൻസ് തമ്മിൽ നീട്ടി വരയ്ക്കുക. നമ്മുടെ വരച്ച സർക്കിൾ മുകളിലേക്ക് നീട്ടി വരയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടും. ഞാൻ ആദ്യം കുറച്ച് ചെയ്തത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് വേറെ കുറേ വരെയൊക്കെ കാണുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 3 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വരച്ചാൽ മതി. പിന്നെ അതിന് ശേഷം നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഒരു 18 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു പോയിൻ്റ് ഇടുക, ലൈനിൽ ഒരു പോയിൻ്റ് ഇടുക. എന്നിട്ട് അതിന് ശേഷം ഈ സർക്കിളിന് ചുറ്റും ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ 36 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു സൈഡ് നമ്മൾ 18 സെൻറ്റിമീറ്റർ വെച്ചത്. ഇപ്പുറത്തെ സൈഡിലേക്കും അത് 18 സെൻറ്റിമീറ്റർ. പിന്നെ ആ അളവ് വെച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. നമ്മൾ ഈ സ്ക്വയർ വരച്ചതിന് ശേഷം സ്ക്വയറിൻ്റെ ഒരു സൈഡ് 30 പോയിൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് ഈ 30 പോയിൻറ്റ്സ് എങ്ങനെയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ സർക്കിള് 3 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 120 പോയിൻറ്റ്സ് ആണ് കിട്ടുക. അപ്പോൾ ഈ 120 പോയിൻറ്റ്സിനെ സ്ക്വയറിൻ്റെ 4 ഭാഗമായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് 30 പോയിൻറ്റ്സ് ആയിട്ട് എടുക്കുന്നത് ഓരോ സൈഡ്. എന്നിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ ഓരോ സൈഡും 30 പോയിൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ പോയിൻറ്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സർക്കിളിൻ്റെയും ഓരോ ക്വാർട്ടറിലും ഇങ്ങനെ 30 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗമായിട്ട് സർക്കിളിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ട്രിങ് ആർട്ട് ചെയ്യുമ്പോൾ ഈ സർക്കിളിലത്തെ ഈ ഓരോ പോയിൻറ്റ്സിൽ നിന്നും ഈ സ്ക്വയറിലത്തെ ഓരോ സൈഡിലേക്കും നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ 1 to 30 അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡിസൈൻ ഡയഗ്രാം നമ്മുടെ വുഡൻ ബോർഡിൽ പ്ലേസ് ചെയ്യണം, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേപ്പ് എടുക്കുക, സെലോ ടേപ്പ് എടുക്കുക. സെലോ ടേപ്പ് ഇൻസുലേഷൻ ടേപ്പ് ഏതാനും ചിഹ്നം എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഡിസൈൻ ഡയഗ്രാം കറക്റ്റ് ആ വുഡൻ ബോർഡിൻ്റെ സെൻറ്ററിൽ അലൈൻ ചെയ്ത് വെച്ചിട്ട് ഈ ടേപ്പ് കൊണ്ട് എല്ലാ ഭാഗത്തും ഒട്ടിക്കുക. ഈ ടേപ്പ് ഒട്ടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം ഈ പോയിൻറ്റ്സിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കരുത്. കാരണം നമ്മൾ ആണി അടിച്ച് കഴിയുമ്പോൾ ടേപ്പ് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോയിൻറ്റ്സിൽ നിന്ന് മാറിയിട്ട് വളരെ സൈഡിലായിട്ട് ടേപ്പ് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഡിസൈൻ ഡയഗ്രാം വരച്ചു, കറക്റ്റായിട്ട് പോയിൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി കറക്റ്റ് അലൈൻ ചെയ്ത് ഒരു വുഡൻ ബോർഡിൽ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോയിൻറ്റ്സിലൊക്കെ ആണി അടിക്കണ പരിപാടിയാണ്. എന്നാൽ പിന്നെ ഞാൻ പോയി ആണി അടിച്ചിട്ട് വരാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.